ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ വെക്കുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ട് ഓടി വരിക. അതിന് മുന്നായിട്ട് പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടൽ അങ്ങനത്തെ എഫക്റ്റിൽ പെട്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും കാണുന്നവരുണ്ടാവും. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ പറയാനായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് അടിച്ചു വിട്ട് പോകാം. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നേരത്തെ എടുത്ത മുന്നേ 2 റീഡിങ്ങിലും അതിൻ്റെ എഫക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ കണ്ടു. എനിക്ക് അത് ഇട്ട് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് അതിൻ്റെ പ്രയറിൽ അവരെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സെന്തോ പറയുന്നു. അപ്പോൾ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുക. നിങ്ങൾക്ക് ടെൻഷനായിട്ട് നിങ്ങൾ ഇവരൊന്നുമില്ല വെള്ളം കയറൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ കൂടുതൽ ഇത് നിങ്ങളുടെ സേഫായിട്ടുള്ള സോണുകളിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക കേട്ടോ. This is what you need to hear, right? ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരവസ്ഥ ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. അതിൽ നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്ന ഒരവസ്ഥ. എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നീങ്ങേണ്ട സമയമാണ് ഇത്. ഒരു ഫുൾ എനർജിയിലിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുക. വളരെ എനർജറ്റിക്കായിട്ട് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നീക്കി ആലോചിച്ച് പറഞ്ഞ് അതുമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. എന്നിട്ട് പോലും പല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം, മേ ബി വന്നിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഏതൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾ ചെയ്യുന്നത് എന്താ, അത് നെഗറ്റീവായിട്ട് എടുക്കും, അത് വളരെ ഡാർക്കായിട്ട് എടുക്കും. അത് എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ വളരെ വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിലേക്കൊക്കെ കൊണ്ടുപോവാണ്. നിങ്ങൾ കൂടുതലും ആലോചിച്ച് കൂട്ടുന്ന വ്യക്തികളാണ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ കൂടുതലും ആലോചിച്ച് കൂട്ടുകയാണ്. നിങ്ങളുടെ ആലോചന നിങ്ങളെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ വഴിവെക്കണം. മുന്നത്തെ റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. അതായത് സ്പിരിച്വൽ ജേണിയും സൈക്കിക്കുമായിട്ടുള്ള റീഡിങ്ങിൽ കാണുക. കാരണം 6 മണിക്ക് 7 മണിക്ക് 8 മണിക്കാണ് 3 പോസ്റ്റ് ചെയ്യുന്നത് PM. അപ്പോൾ ആ മുന്നത്തെ 2 റീഡിങ് കൂടെ കാണാൻ ശ്രമിക്കുക. കാരണം കണക്റ്റീവായിട്ടുള്ള റീഡിങ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളെ തന്നെ തളച്ചിടുന്ന ഒരവസ്ഥ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നോട്ട് ഫൈറ്റ് ചെയ്ത് പോകാൻ പറ്റും. പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇപ്പോൾ മേ ബി ഫീമെയിൽ എനർജി ആണെങ്കിൽ
പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനമെടുക്കുമ്പം എൻ്റെ തീരുമാനം ശരിയാവോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷൻസും വിഷമങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് പെട്ടെന്ന് തന്നെ വരണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പല ഡിസിഷൻസും ഇത്രയും കാലം ഫ്ലോപ്പായിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് പലരുടെയും സ്വാധീനം മൂലം ആ വ്യക്തി പല തീരുമാനങ്ങളും ലൈഫിലെടുത്തിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ഫ്ലോപ്പായിപ്പോയി. ഇപ്പോൾ ആളത് മനസ്സിലാക്കുന്നുണ്ട്. കുറേ ആ വ്യക്തി മനസ്സ് വിഷമിച്ചു. എൻ്റെ തീരുമാനങ്ങളെല്ലാം പൊട്ടത്തെറ്റായിരുന്നു, അതിലൊന്നും ഒരു വാസ്തവങ്ങളുമില്ല, നിങ്ങൾക്കെതിരെ കൂരമ്പുകൾ ചെലുത്തിയിട്ടുള്ള വേടൻ്റെ കണ്ണുകൾ വേറെ ഉണ്ടായിരുന്നു, ആ വിഷമുള്ള അമ്പുകൾ ഏറ്റിട്ടാണ് നിങ്ങൾക്ക് വേദനിച്ചത് എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്നും അതൊരിക്കലും എവിടെയും പൊഴിഞ്ഞു പോകുന്നില്ലെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം മാത്രം. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും എന്തൊക്കെ അവർ ചെയ്താലും നിങ്ങൾ പരസ്പരം, നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മാഞ്ഞു പോവില്ല. നിങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞതും പല കാര്യങ്ങളും കണ്ടതും പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തതും ഈ വ്യക്തിയിലൂടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് എനർജി യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ഒരു കാരണവശാലും പരിചയപ്പെടേണ്ട ഒരു ആവശ്യമില്ലാത്ത വ്യക്തികളായിരിക്കാം. പക്ഷെ യാദൃശ്ചികമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടു, നിങ്ങളൊന്നു ചേർന്നു. അതൊക്കെ ഒരു ദൈവ നിയോഗമായിട്ട് കാണുക. നിങ്ങളൊന്നായി ഇത്രത്തോളമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ആ ഒരു ഇത് ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അങ്ങനെ ആർക്കും പിരിക്കാൻ പറ്റില്ല. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന വ്യക്തികളാണ്, സോൾമേറ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് സഫർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും പോസിറ്റിവിറ്റി കൈവിടാതെ മുറുകെ പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ, പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളത് നെഗറ്റീവായിട്ട് കംപ്രസ് ആക്കാതിരിക്കുക. നിങ്ങളത് നെഗറ്റീവുമായിട്ട് കണക്റ്റീവ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വളരെ സേഫായിട്ടിരിക്കുക, സെക്യൂറായിട്ടിരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ കെട്ടി ഒതുക്കി വെച്ച് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും തകർത്തെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒരു എനർജി ഒന്നല്ല. അതത്രയും ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള എനർജീസാണ്. ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് എടുക്കാം. എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോയിരുന്നു എങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പോവുമായിരുന്നു. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ റീഡിങ് കണ്ടതെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരോടെങ്കിലോടും ചോദിക്കുകയോ പറയുകയോ നിങ്ങൾക്ക് കൂടുതൽ ആൻസേഴ്സ് തേടുകയോ ചെയ്യാം. നോട്ട് അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. ഇത് അതിനായിട്ടുള്ള ഒരു സമയമല്ല എന്ന് പറയുന്നത്. അഗെയിൻ ഒരു നോ ആണ് കിട്ടിയിരിക്കുന്നത്. നോ, അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു രണ്ടാമതൊരു ഒപ്പീനിയൻ കൂടി എടുക്കേണ്ട ഒരു ആവശ്യം കാണുന്നുണ്ട്. ബി അസേർട്ടീവ്. നിങ്ങളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുക. മനസ്സിലാകുന്നത് എക്സാക്ട് വേർഡ് എനിക്കിപ്പോഴാണ് കിട്ടിയത്. നിങ്ങളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുക. എന്താണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെ എനിക്കത് നേരിടാൻ സാധിക്കും എന്നൊക്കെ വളരെയധികം ജാഗരൂകരായിട്ട് വേണം നിങ്ങളിരിക്കാനായിട്ട്. നിങ്ങളുടെ ലൈഫിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതിൻ്റെ ആ വെളിച്ചമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ നീങ്ങി അത് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ വളരെ ബെറ്ററായിട്ടുള്ള
ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പോലെ തട്ടിയും തടഞ്ഞും മുട്ടിയും അങ്ങനെയൊക്കെ പോകേണ്ടി വരുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റൊമാൻസ് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് പോലും കണ്ടു നിൽക്കുമ്പോൾ എന്താ പറയുക, ആശ്ചര്യം തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രണയമായിരിക്കും നിങ്ങൾ തമ്മിലുള്ളത്. ആ ഒരു പ്രണയം നിങ്ങൾ ആസ്വദിക്കുന്നത് അത്രയ്ക്കും മനോഹരമായിട്ടായിരിക്കും. നിങ്ങൾക്കത് വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ് എനിക്കും. ആ ഒരു പ്രണയം, നിങ്ങൾ തമ്മിൽ കൈമാറിയിരുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അത് ഒരിക്കലും മറ്റൊരാൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു തിങ് അല്ല. സോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന പ്രണയത്തെ 2 കൈകളും നീട്ടി സ്വീകരിക്കുക. അപ്പോൾ നമ്മുടെ 3 ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. ഇന്നത്തെ റീഡിങ് എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ആൻഡ് നിങ്ങൾ സേഫ് ആണോ അല്ലേ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചെയ്യുക. സേഫ് അല്ലാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ വേഗം പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി തന്നെ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ.